നിർത്തിക്കൊള്ളൂ. നിങ്ങൾ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന പോലെ ജീവനോടുകൂടി തിരിച്ചു വന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. നിരന്തരമായ അഭ്യർത്ഥന, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ക്യാമറയിൽ നോക്കി എനിക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ അത്രയും നിർബന്ധിക്കുമ്പോൾ ഇനി ഒരു നിമിഷം നിന്നോട് ഒച്ചേക്കല, ഇപ്പൊ ഇറങ്ങണം, ഈ നിമിഷം ഇറങ്ങണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ നമ്മുടെ കൂടെ വരണം എന്ന്. അപ്പോൾ ഇപ്രാവശ്യം വന്നോളൂ, എൻ്റെ കൂടെ വരൂ. പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം എന്ത് പറ്റി, അവിടെ നിൽക്കാൻ പറ്റുന്നില്ലേ? ലാലേട്ടാ, സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് ഒരു ഡ്രോമ വന്നിരുന്നു, ഒരു വല്ലാത്തൊരു അവസ്ഥ വന്നിരുന്നു. പുതിയ കഥയും കൊണ്ട് വന്നടേ തള്ള. സോ അന്ന് എനിക്ക് എല്ലാവരും അടുത്തുണ്ടായിരുന്നു. ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇത് മാറാനായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഒരു സാധനം വന്നു, എനിക്ക് ഞാനാകാൻ പറ്റുന്നില്ല. എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇല്ലാതായിപ്പോയി. അതെന്റെ ഉള്ളിലെ ഒരു ഇതാണ്. അതുകൊണ്ട് ഞാൻ ആകെപ്പാടെ ഡൗൺ ആയിട്ട് ആദ്യം തൊട്ടേ പിന്നെ കുറെ ആദ്യം വന്നപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി. സ്വാഭാവികം. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്താണെന്നറിയാം, എപ്പോഴും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പുറത്ത് പോകണം, നിങ്ങൾ കാണാതെ. അപ്പം അത്രയും അവർക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയേക്കാം. അതിനോട് ആരാ പോന്നെ? അളിയ നിൽക്ക. മെന്റലി ഞാൻ ഓക്കെ അല്ല ലാലേട്ടാ. അതൊരു സത്യം മാത്രം. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകർക്ക് എന്നെ സ്നേഹിച്ചതിന് ഒരുപാട് നന്ദി. പക്ഷെ എന്റെ പിള്ളേരുടെ കാര്യം ഇങ്ങനെ എന്നെ ഓർക്കുമ്പോഴത്തേന് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എന്താ ഒരു അഭിനയം. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. സ്നേഹത്തിന് ഒത്തിരി നന്ദി. പക്ഷെ എനിക്ക് എൻ്റെ മക്കളെന്ന് വെച്ചാൽ എനിക്ക് ചത്ത് കിടക്കുക. എനിക്കറിയില്ല, അങ്ങനെയാണ് ഞാൻ. എന്ത് വന്നാലും എനിക്ക് അവരെ കാണണം. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? അറിയാട്ടാ, പക്ഷെ എനിക്ക് പറ്റൂല ഏട്ടാ അവിടെ നിൽക്കാൻ. എനിക്ക് പിന്നെ ഞാനല്ലാതായി മാറും. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ? ഈ ഇരിക്കണം ഞാനില്ലേ? അത് ഞാനല്ല. അങ്ങോട്ട് നടന്നപ്പോ താങ്ക് യു. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. അപ്പൊ എങ്ങനെയാ, ഇവിടെയൊക്കെ തന്നെ കാണുമല്ലോ അല്ലേ?